നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. അപ്പൊ നമ്മൾ SCERT പാഠപുസ്തകങ്ങളിൽ തന്നെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഭാഗം 1 എന്ന് പറയുന്ന പാർട്ട് 1 എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്കാരവും ദേശീയതയും, അതിൽ അധ്യായം 5 സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന പാഠഭാഗമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. ആ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്? അപ്പൊ 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ മെക്കാളോ പറഞ്ഞത് മനുഷ്യർ, അതായത് ഇന്ത്യക്കാരെ പോലെയുള്ള ആളുകൾ. ഒരു മിനിറ്റ്. അതായത് രൂപത്തിൽ ഇന്ത്യക്കാരെ പോലുള്ളവരും സംസ്കാരത്തിലും സ്വഭാവത്തിലും ഒക്കെ ഇംഗ്ലീഷുകാരെ പോലെയുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് മെക്കാളെ പറഞ്ഞത്. അപ്പോ അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഗുമസ്തന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. എന്നാൽ ആ വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർ ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ ഇടപെടലുകൾ ശരിയല്ല എന്ന് അവർക്ക് തോന്നി. അവരിൽ ഒരു ദേശീയതയും ദേശീയ ബോധവും ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിലുള്ള ചില പാകപ്പിഴകൾ നമ്മളുടെ ആളുകൾ തന്നെ ശരിപ്പെടുത്തുവാനായിട്ട് മുന്നിട്ടിറങ്ങി. അതിനു വേണ്ടിയിട്ട് ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളും മറ്റു രീതിയിലുള്ള രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. സയൻസ് പഠിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നതിനായിട്ടുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ പല വിധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളും നമ്മള് ഈ പറയുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ രൂപീകരിക്കുകയൊക്കെ ഉണ്ടായി. അതെന്ത് ചെയ്തു? നമ്മൾ ആ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നമ്മൾ ഒരേ സമയം തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും അങ്ങനെയുള്ള അസമത്വങ്ങൾക്കെതിരായിട്ടും ഒരേ സമയം നമ്മളുടെ ദേശീയത പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോ നമ്മൾ അങ്ങനെ വിവാഹം, അതായത് കുട്ടികളുടെ വിവാഹം, ബഹുഭാര്യത്വം, പെൺ ഭ്രൂണഹത്യ, സതി, അങ്ങനെയുള്ള പല ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകളുടെയും ഇടപെടൽ കൊണ്ട് ഇത്തരത്തിലുള്ള പല ദുരാചാരങ്ങളും എന്ത് ചെയ്തു? പല ദുരാചാരങ്ങളും ഇന്ത്യയിൽ നിരോധിക്കുന്നതിനായിട്ടൊക്കെ ഇടവന്നു. അപ്പൊ അവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ഭാഗം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ തന്നെയുള്ള അടുത്ത ഭാഗം പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു എന്നുള്ളതാണ്. പത്രങ്ങൾ ദേശത്തെ എങ്ങനെയാണ് ഒന്നാക്കുന്നത്? അതായത് സിമ്പിളാണ്. ഇന്ന് നവമാധ്യമങ്ങൾ ലോകത്തെ എങ്ങനെയാണോ ഒന്നാക്കുന്നത്, അതുപോലെ തന്നെയാണ് പത്രങ്ങൾ ഒരു കാലത്ത് ദേശത്തെ ഒന്നാക്കിയത്. അതായത് ഇന്ന് നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന വിഷയങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയും, പ്രതിഷേധിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇന്നൊരു ലോകത്തെ ഒന്നാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു പത്രങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്ത്. മറ്റു മാധ്യമ മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അത് പത്രമാധ്യമമാണ് ഏറ്റവും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ദേശത്തെ ഒന്നാക്കി. കാരണം ജനങ്ങൾക്ക് പല നാടുകളിൽ നടക്കുന്ന വിവരങ്ങൾ, അതായത് സംഭവ വികാസങ്ങളെ കുറിച്ച് പത്രങ്ങളിലൂടെ അറിയുവാൻ കഴിഞ്ഞു. ബ്രിട്ടീഷ് തങ്ങൾ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ പത്രങ്ങൾ വഴി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭ്യമായി. അതാണ് അവിടെ ആ ഹെഡിങ് തന്നെ പറയുന്നത്. പത്രങ്ങൾ പത്രങ്ങൾ ദേശത്തെ എന്ത് ചെയ്യുന്നു? ഒന്നാക്കുന്നു. നോക്കാം, ഒരു പത്രവാർത്തയാണ് അവിടെ കാണുന്നത്. ഇന്ത്യൻ പൗരന് അവന്റെ സ്വാഭാവികത എന്ന് പറയുന്നത് നഷ്ടമായി. അവന്റെ ജീവരക്തം വരണ്ടുണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനും ആണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവനെ ലഭിക്കുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബംഗാളിലെ ആദ്യമാന വർത്തമാന പത്രങ്ങളിൽ ഒന്നായ സുലഭ് സമാചാർ എന്ന് പറയുന്ന
ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് ആ സുലഭ് സമാചാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 19th സെഞ്ചുറിയിൽ കേശവ ചന്ദ്രസെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സുലഭ് സമാചാർ എന്ന് പറയുന്ന പത്രം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്ത് എന്താണ് വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് എത്തിച്ചു. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാമാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലകളെയും കുറിച്ച് എന്താണ് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്തു അത് വിവരം നൽകി. അതായത് എന്താണ് ഇപ്പോ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധങ്ങളായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഈ ഓരോ നാട്ടിലും ബ്രിട്ടീഷുകാർ നടത്തുന്ന കൊള്ളയെക്കുറിച്ചും കൊലയെക്കുറിച്ചും ഒക്കെ എന്താണ് ഓരോ സ്ഥലങ്ങളിൽ ആളുകൾ പത്രങ്ങളിൽ എഴുതുവാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചെല്ലാം അറിയുവാനും എന്താണ് അത്തരത്തിലുള്ള അനീതികൾക്കെതിരെ എന്താണ് അവരുടെ നാടുകളിൽ എന്താണ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാനും ഒക്കെ ജനങ്ങൾക്ക് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കാം, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരായിട്ടും എന്താണ് പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ജനങ്ങൾ എന്ത് ചെയ്തു അത് പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് അത് ജനങ്ങളെ ബോധവാന്മാരാക്കി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരായ നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെ കുറിച്ച് എന്ത് ചെയ്തു അത് ജനങ്ങളെ ബോധവാന്മാരാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച് അത് വിവരം നൽകി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത അതെന്താണ് ഇന്ത്യയിൽ ഉടനീളം എത്തിച്ചു. ഇത് ഇന്ത്യയിൽ ആ കാലഘട്ടത്ത് എന്താണ് വർത്തമാന പത്രങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ വർത്തമാന പത്രങ്ങൾ ഏകീകരിച്ചത്, എങ്ങനെയാണ് അത് വിവരങ്ങൾ എന്ത് ചെയ്തു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എത്തിക്കുകയും എന്താണ് ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് എന്താണ് ജനങ്ങളെ എന്ത് ചെയ്തു പല പ്രതിഷേധ പരിപാടികളിലും ഒക്കെ എന്താണ് ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർത്തമാന പത്രങ്ങൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ എന്ത് ചെയ്തു സഹായിച്ചു. നോക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം എന്ന് പറയുന്നത് വർത്തമാന പത്രങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ഓരോ സ്വതന്ത്ര സമര സേനാനികളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മിക്കവാറും എല്ലാവർക്കും എന്താണ് സ്വന്തമായിട്ട് ഒരു പത്രികയോ മാഗസിനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പഠിക്കും. എന്തുകൊണ്ടാണ്? ഇതിലൂടെയാണ് ഇവർ എന്താണ് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങൾ വലിയ ഒരു ജനക്കൂട്ടത്തിലേക്ക് എത്തിച്ചിരുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പത്രമാധ്യമങ്ങളിലൂടെയും എന്താണ് മാഗസിനുകളിലൂടെയും ഒക്കെയാണ്. അതിന്റെ ഒരു എന്താണ് അപ്ഡേറ്റഡ് വേർഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോ അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായിട്ടാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എന്താണ് അവ എതിർക്കുകയും ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു. പല ആളുകളും എന്താണ് തങ്ങളുടെ പത്രങ്ങളിലൂടെ തന്നെ എന്താണ് ബ്രിട്ടീഷുകാരെ അവരുടെ ഭരണരീതിയെ എന്താണ് അവരുടെ ഭീകര ഭരണത്തെ എന്ത് ചെയ്തു വിമർശിക്കുവാനും ഒക്കെ തുടങ്ങി, വിമർശിക്കുവാനും എതിർക്കുവാനും ഒക്കെ തുടങ്ങി. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംബാദ് കൗമുദി, അദ്ദേഹത്തിന്റെ അപ്പോ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ഒരു പത്രമാണ് എന്തെന്ന് പറയുന്നത് സംബാദ് കൗമുദി എന്ന് പറയുന്നത്. ഇനി പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ എന്താണ് സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾ എന്ത് ചെയ്തു ഊന്നൽ നൽകിയപ്പോ എന്താണ് ഈ പറയുന്ന ദേശീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ 2 പത്രങ്ങൾ അല്ലെങ്കിൽ 2 പ്രസിദ്ധീകരണങ്ങളാണ് നമ്മൾ ഈ സെന്റൻസിൽ പഠിക്കുന്നത്. ഒന്നാമത്തേത് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച എന്താണ് സംബാദ് കൗമുദി. എന്താണ് ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച എന്താണ് പത്രമാണ് എന്തെന്ന് പറയുന്നത് സംബാദ് കൗമുദി അല്ലെങ്കിൽ പ്രസിദ്ധീകരണമാണ് എന്തെന്ന് പറയുന്നത് സംബാദ് കൗമുദി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ഇറക്കിയ
പുസ്തകത്തിന്റെ പേര് അല്ലെങ്കിൽ എന്താണ് പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത്. മിറാത്ത് ഉൽ അക്ബർ, രണ്ട് പേരുകളാണ്. സമ്പാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും. ബംഗാളിയിലാണ് സമ്പാദ് കൗമുദി ഇറങ്ങിയതെങ്കിൽ പേർഷ്യൻ ഭാഷയിലാണ് മിറാത്ത് ഉൽ അക്ബർ ഇറങ്ങിയത്. അത് പഠിച്ചു വെക്കണം. എന്താണ് ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ചോദ്യങ്ങൾ ഉണ്ടാകും. അത് മിക്കവാറും എന്താണ് SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ ആകുവാനാണ് എന്താണ് ഒരു 95% സാധ്യതയും. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാർക്ക് നേടുവാനായിട്ട് കഴിയും. അപ്പോ ഇവയുടെ പാത, അപ്പൊ ഇദ്ദേഹമാണ് ഇത് തുടക്കം കുറിച്ചത്. സമ്പാദ് കൗമുദിയിലൂടെയും മിറാത്തുൽ അക്ബറിലൂടെയും രാജാറാം മോഹൻ റോയിയാണ് ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രപ്രവർത്തനം തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന നിരവധി പ്രസിദ്ധീകരണങ്ങൾ എന്താണ് വിവിധ ഭാഷകളിലായിട്ട് ഇന്ത്യയിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചിരുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരായിരുന്നു. എന്താണ് ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചിരുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിരുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്. ഇനി വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ്, അപ്പോ ബ്രിട്ടീഷ് ഇതൊരു പൊതു സാമൂഹിക സേവനമായിട്ടാണ് കരുതിയിരുന്നത്. ഇതിലൂടെ എന്താണ് ഒരു ദേശീയത ഉടലെടുത്തു. എന്താണ് ദേശീയതയിൽ ഊന്നിയ പത്രപ്രവർത്തനത്തിന് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ചു. അതെന്താണ് അത് ഒരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് പല ഭാഷകളിൽ എന്താണ് പല പത്രങ്ങളും ഇറങ്ങാൻ തുടങ്ങി. എന്താണ് ഇവരൊക്കെ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക ദുരാചാരങ്ങളെയും എതിർക്കുവാനായിട്ട് തുടങ്ങി. അപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്താണ് പത്രം എന്ന് പറയുന്നത്, പേന എന്ന് പറയുന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ള സാധനമാണ് എന്നുള്ളത് ബ്രിട്ടീഷുകാർ തിരിച്ചറിയുകയും അവർ ഈ പത്രപ്രവർത്തനത്തെ, ഈ നാട്ടുഭാഷകളിൽ ഇറങ്ങുന്ന പത്രപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് 1878 ഒരു നിയമം പാസാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിട്ടൺ പ്രഭുവാണ് ആ നിയമം പാസാക്കുന്നത്. ആ നിയമത്തിന്റെ പേരാണ് വെർണാക്കുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ വർഷം 1878, 1878. പ്രാദേശിക പത്രവാർത്ത നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് പാസാക്കിയ വർഷം 1878. ഇത് പാസാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ലിട്ടൺ പ്രഭു എന്ന് പറയുന്നത്. ആരാണ്? ലിട്ടൺ പ്രഭു. എന്തിനു വേണ്ടിയിട്ടാണ് പാസാക്കിയത്? അതായത് നാട്ടുഭാഷകളിൽ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള ഭാഷകളിൽ ഇറങ്ങിയിരുന്ന ന്യൂസ് പേപ്പറുകളിൽ ബ്രിട്ടീഷുകാരെ വിമർശിക്കുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക പത്ര നിയമം, പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്നുള്ളത്. വർഷം 1878. വൈസ്രോയി എന്നുള്ളത് ലിട്ടൺ പ്രഭു. ഇതിലൂടെ എന്താണ് പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആരേർപ്പെടുത്തി? ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെന്റ് പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പോ അത്രയുമാണ് ഈ ഭാഗത്ത് പത്രത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് ഇവിടെയുണ്ട്. ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയവരും. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. എന്താണ് ഇത്? നിങ്ങൾ എന്തു പറഞ്ഞാലും പഠിച്ചിരിക്കണം. പത്രങ്ങളും എന്താണ് ഒരുപാട് പത്രങ്ങൾ നിങ്ങൾക്ക് റാങ്ക് ഫയലുകളിൽ കാണുവാനായിട്ട് കഴിയും. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ SCRT പാഠപുസ്തകത്തിൽ പറയുന്നത് എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു ഒരു 90% മുകളിൽ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ SCRT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു മാർക്ക് കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കാം, രണ്ട് പത്രങ്ങളാണ് ആദ്യം പറയുന്നത്. ഹിന്ദു, സ്വദേശി മിത്രം. രണ്ട് പത്രങ്ങളുടെ പേരാണ് ഹിന്ദു, സ്വദേശി മിത്രം. ആരാണ്? T. സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു പത്രവും സ്വദേശി മിത്രവും പത്രവും സ്ഥാപിച്ച നേതാവാണ് T. സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. അമൃത ബസാർ പത്രിക. എന്താണ് അമൃത ബസാർ പത്രിക? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. രണ്ടുപേരാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും.
ഹിന്ദു പത്രം പലപ്പോഴായിട്ട് PSC പണ്ട് കാലങ്ങളിലൊക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഈ G സുബ്രഹ്മണ്യ അയ്യരുടെ ചോദ്യം എന്ന് പറയുന്നത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹിന്ദുവും സ്വദേശി മിത്രവും G സുബ്രഹ്മണ്യ അയ്യർ ആണെങ്കിൽ അമൃത ബസാർ പത്രിക പ്രസിദ്ധീകരിച്ച നേതാവാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് 2 ആളുകളായിരുന്നു. ഒരാളുടെ പേര് ശിശിർ കുമാർ ഘോഷ് എന്നും മറ്റാളുടെ പേര് എന്താണ്, മോത്തിലാൽ ഘോഷ് എന്നുമായിരുന്നു. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി അടുത്തത് ബോംബെ സമാചാർ. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ഫർദൂർജി മർസ്ബാൻ. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മർസ്ബാൻ. ഹിന്ദു സ്വദേശി മിത്രം G സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും, ബോംബെ സമാചാർ എന്നുള്ളത് ഫർദൂർജി മർസ്ബാൻ എന്ന് പറയുന്ന വ്യക്തിയും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടത് PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളത് കേസരി മറാത്ത എന്ന് പറയുന്ന പത്രങ്ങൾ ആരാണ്? കേസരി മറാത്ത PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ബാലഗംഗാധര തിലകൻ. ആരാണ്? ബാലഗംഗാധര തിലകൻ. കേസരി എന്ന് പറയുന്ന പത്രവും മറാത്ത എന്ന് പറയുന്ന പത്രവും പ്രസിദ്ധീകരിച്ച നേതാവാണ് ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. ഇനി ബംഗാളി എന്ന് പറയുന്ന പേരിൽ ഒരു പത്രം പുറത്തിറങ്ങി. അതിന്റെ പ്രസാധകനായിരുന്നു, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. നോക്കുക, കേസരി, മറാത്ത എന്നിവ ആരാണ്? ബാലഗംഗാധര തിലകൻ. ബംഗാളി ആണെങ്കിൽ സുരേന്ദ്രനാഥ് ബാനർജി. ബാനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബംഗാളി പേരുകളുടെ ഒരു ഇതാണ് ബാനർജി എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കുക. ബംഗാളി എന്ന് പറഞ്ഞാൽ ആരാണ്? ബംഗാളി എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനാഥ് ബാനർജി ആണ്. ഈ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം പുറത്തിറക്കിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. അടുത്തത് ഷോം പ്രകാശ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ്, പ്രകാശം, ഈശ്വരൻ, പ്രകാശ്, ഈശ്വരൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എന്താണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ കൂടുതലും എന്താണ് ഇത്തരത്തിലുള്ള ഷോർട്ട് ഫോമുകൾ ഞാൻ പഠിപ്പിക്കാറില്ല. പലരും പഠിപ്പിക്കും. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കോഡുകൾ എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കോഡ് എനിക്കത് വർക്കൗട്ട് ആയിരുന്നില്ല. ഞാൻ PSC പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് വർക്കൗട്ട് ആകാത്ത ഒരു സംഗതി ആയിരുന്നു കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോഡ് സിസ്റ്റത്തെ എന്താണ് അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അത് എല്ലാവർക്കും അത് വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. പകരം ഞാൻ എന്താണ് മറ്റുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കോഡുകൾക്ക് പകരമായിട്ട് ഞാൻ തന്നെ എന്താണ് ചില കോഡുകൾ സൃഷ്ടിച്ചെടുക്കുമായിരുന്നു. അതെന്താണ്, അതെനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ കഴിയില്ല, പക്ഷെ എനിക്ക് ഓർത്തിരിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലേ? അത്തരത്തിൽ ശ്രമിക്കുന്നതാണ്, സ്വന്തമായിട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് മറ്റൊരാൾ ഉണ്ടാക്കിയ കോഡ് നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ എന്താ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുക. കാരണം എന്താണ്, അതിന്റെ സൃഷ്ടാവ് എന്നുള്ളത് നമ്മളായതുകൊണ്ട് നമ്മൾ അത് മറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോഡ് സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നത് അധികമായിട്ട് പ്രോത്സാഹിപ്പിക്കാത്തത്. പക്ഷെ അത് നല്ലതാണ്. സ്വയം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് എന്താണ് എന്റെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോ ഷോം പ്രകാശ് എന്ന് പറയുന്നത് പ്രകാശം, ഈശ്വരൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ്, ഈശ്വരൻ, ചന്ദ്രൻ എല്ലാം അതിൽ വരുന്നുണ്ട്. വിദ്യാസാഗർ ഒരു മ്യൂസിക് കൂടി കടന്നാൽ അവിടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറായി. ഷോം പ്രകാശ്. ഇനി ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? ആനി ബെസന്റ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ആനി ബെസന്റ്. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് യങ് ഇന്ത്യ ഹരിജൻ. രണ്ട് പത്രങ്ങളും വളരെ ഫേമസ് ആണ്. മഹാത്മാഗാന്ധി, യങ് ഇന്ത്യ ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ, അൽ ഹിലാൽ, അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം, വന്ദേ മാതരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. നേഷൻ, നേഷൻ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. നോക്കുക, പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം G സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും, ബോംബെ സമാചാർ എന്ന് പറയുന്നത് ഫർദൂർജി മസ്ബാൻ,
കേസരി മറാത്ത എന്നീ പറയുന്ന പത്രങ്ങൾ ബാലഗംഗാധര തിലകൻ, ബംഗാളി ആണെങ്കിൽ സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ആണെങ്കിൽ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവീൽ ആണെങ്കിൽ ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മുതലായ പത്രങ്ങൾ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇപ്പൊ എത്ര എണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഒരു 12ഓളം നേതാക്കന്മാരുടെ കുറച്ച് പത്രങ്ങൾ എന്താണ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് ഇവിടെ മുകളിലായിട്ട് സുലഭ് സമാചാർ എന്ന് പറയുന്ന ഒരു പത്രം പഠിച്ചു. പിന്നെ താഴെയായിട്ട് നമ്മൾ എന്താണ് സമ്പാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും. ഇത് എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് നിങ്ങൾ റാങ്ക് ഫയലിൽ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക. പക്ഷെ ഇതിൽ നിന്ന് എന്താണ് കൂടുതൽ സാധ്യത നമുക്കുള്ളത് കൊണ്ട് എന്താണ് അതൊക്കെ വിട്ടുപോകുന്ന ആളുകൾ ഇതെങ്കിലും എന്ത് ചെയ്യുക? അതൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാതെ പഠിക്കാതെ വിടുന്ന ചില ആളുകൾ ഉണ്ടാവും. അവർ എന്ത് ചെയ്യുക? ഇതെങ്കിലും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാം പഠിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പൊ കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ലാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതെങ്കിലും പഠിച്ചിട്ട് ആ മാർക്ക് കളയണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോ പത്രങ്ങളെ കുറിച്ച് നമുക്ക് അത്രയുമാണ്. പത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയതയെ എന്ത് ചെയ്തത്, ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. അവിടെ തന്നെ നമ്മൾ എന്താണ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പത്രങ്ങളും അതിന്റെ എന്താണ് പ്രസാധകരും അല്ലെങ്കിൽ എന്താണ് അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെ കുറിച്ചും നമ്മൾ എന്താണ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വിദ്യാഭ്യാസം ദേശത്തിന് എന്നുള്ള ഒരു ടൈറ്റിലേക്കാണ് പോകുന്നത്. നോക്കുക, ഇവിടെ 3 പ്രധാനപ്പെട്ട എന്താണ് വ്യക്തികളുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ പുസ്തകത്തിൽ വരുന്ന CRT പാഠപുസ്തകത്തിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അതാരും പറഞ്ഞു എന്നുള്ളതും എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ മിക്കവാറും അത് SCRT പാഠപുസ്തകത്തിൽ നിന്നായിരിക്കും ചോദിക്കുക. SCRT പാഠപുസ്തകം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തിനെ സംബന്ധിച്ചിടത്തോളം? PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. നോക്കുക, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്നത്. എന്താണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇനി രണ്ടാമത്തേത്, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കുവാനായിട്ട് കഴിയും. ഇത് പറഞ്ഞത് ആരാണ്? ഇത് കേശവ് ചന്ദ്ര സെൻ ആണ്. ഇനി വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം. ആരാണ്? വിദ്യാസമ്പന്നർ എന്ന് പറയുന്നത് മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറയുന്നത് ആരാണ്? അത് വീരേശ ലിംഗം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കുവാൻ കഴിവുള്ള എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇതിലുമൊക്കെ ആക്റ്റീവ് ആകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾ കേൾക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. നിങ്ങൾ നോക്കൂ, സച്ചിൻ ടെണ്ടുൽക്കറെ നോക്കൂ. സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്നത് അല്ലേ? കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ നോക്കൂ, ആരാണ് മൈക്രോസോഫ്റ്റിന്റെ ബിൽഗേറ്റ്സിനെ നോക്കൂ. ബിൽഗേറ്റ്സ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. കമലഹാസൻ 8ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഈ ലക്ഷത്തിലോ അല്ലെങ്കിൽ കോടിയിലോ സ്റ്റീവ് ജോബ്സും ഒരു സച്ചിൻ ടെണ്ടുൽക്കറേയും ഒരു ആരെയാണ് ഈ പറയുന്ന ബിൽഗേറ്റ്സിനെയും ഒക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാതെ ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വിദ്യാഭ്യാസം ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം. അതിനുശേഷം എന്താണ്? നമ്മളുടെ താല്പര്യം അനുസരിച്ചുള്ള വിദ്യാഭ്യാസം. ഞാൻ പറയുന്നത് എല്ലാവരും ഗ്രാജുവേറ്റ് ആകുക എന്നുള്ളതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. +2 വരെയെങ്കിലും ഏറ്റവും നന്നായിട്ട് പഠിക്കണം. അത്
പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് വ്യക്തിപരമായിട്ട് എന്താണ് താല്പര്യം അതിലേക്ക് തിരിയുക. വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ആരെ കാണിച്ചിട്ട് പറഞ്ഞാലും 8ാം ക്ലാസ് പാസ്സായും കോടീശ്വരനായി എന്ന് പറഞ്ഞാലും അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. അതൊക്കെ എന്താണ്? എക്സെപ്ഷൻസ് മാത്രമാണ്. അതിലും കൂടുതൽ ആളുകൾ ഇപ്പുറത്താണ്. പഠിച്ച് വിജയിച്ചവരാണ് പഠിക്കാതെ എന്താണ് വിജയിച്ചവരെക്കാൾ കൂടുതലായിട്ട് ഈ ലോകത്തുള്ളത് പഠിച്ചിട്ട് വിജയിച്ചവർ തന്നെയാണ്. സംശയമൊന്നും വേണ്ട. വിദ്യാഭ്യാസം ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. +2 വരെയെങ്കിലും ഗ്രാജുവേഷൻ എടുക്കണം. ഗ്രാജുവേഷനൊക്കെ ഇന്ത്യയിലാണ് വെറുതെ എല്ലാവരും പോയിട്ട് ഗ്രാജുവേറ്റ് ആകുന്നത്. എന്താണ് ഒരു വെറുതെ പഠിക്കുവാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട്. ഗ്രാജുവേഷനൊക്കെ ഒരു വിഷയത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കണം, അതിൽ കൂടുതലായിട്ട് എന്താണ് തെളിയണം എന്നുള്ള ആളുകൾക്കുള്ള മേഖലയാണ്. നമ്മളുടെ ഇവിടെ അതെല്ലാവരും ചെയ്യും. എന്താണ് +2 കഴിഞ്ഞാൽ നേരെ എന്താണ് വേറെ ഒന്നും ചെയ്യാനല്ല ഡിഗ്രിക്ക് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ഡിഗ്രി ചെയ്യുന്നത്. അങ്ങനെയല്ല, +2 വരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം താല്പര്യമുള്ള മേഖലകളിലേക്ക് പോകാനാണ് +2ന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു ഡിഗ്രി എടുത്ത് 3 വർഷം കളിക്കില്ല. ഡിഗ്രി എടുക്കണം. ഇപ്പോ ഒരാൾക്ക് ഹിസ്റ്ററി ടീച്ചർ ആകാനായിട്ട് താല്പര്യമുണ്ട് എന്ന് കരുതുക. അയാള് നിർബന്ധമായിട്ടും BA ഹിസ്റ്ററിയും MA ഹിസ്റ്ററിയും പഠിച്ചിരിക്കണം. മനസ്സിലാവും? അതിന് താല്പര്യമുള്ളവരാണ് പോകേണ്ടത്. ഇവിടെ എന്താണ് ഒന്നും കിട്ടാത്തവൻ നേരെ പോയി എടുക്കുന്ന മേഖലയാണ് BA ഹിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്സ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഒരു സ്ഥിതിവിശേഷമാണ്. എങ്കിലും എന്താണ് വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു എങ്കിൽ പോലും എന്താണ് അത് നമുക്ക് എന്താണ് വലിയ രീതിയിൽ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. വിദ്യാഭ്യാസത്തിന് എന്താണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ഐക്യം നിലനിർത്തുവാനായിട്ട് കഴിയും. എന്താണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകുവാനായിട്ട് കഴിഞ്ഞു. 1884 GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്താണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ എന്താണ് രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്നാണ് ഈ പറയുന്ന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടത്. 1884 അതിന് നേതൃത്വം നൽകിയത്. നിങ്ങൾ മിക്കവാറും റാങ്ക് ലിസ്റ്റുകളിലൊക്കെ എന്താണ് കൂടുതലായിട്ടും നമ്മൾ കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ബാലഗംഗാധര തിലകൻ എന്നുള്ള പേരാണ് നമ്മൾ ഉയർന്നു കേൾക്കുക. തിലകൻ മാത്രമല്ല, GG അഗാർക്കർ, മഹാദേവ ഗോവിന്ദ റാനഡെ, ബാലഗംഗാധര തിലകൻ അങ്ങനെയുള്ള കുറച്ച് നേതാക്കന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് 1884 എന്തുണ്ടാവുന്നത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉണ്ടാവുന്നത്. ഇന്ന് ബോംബെയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജാണ് ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. എന്താണ് ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്? ഈ ഫർഗൂസൺ കോളേജ് ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ് എന്താണ് പൂനെയിൽ സ്ഥാപിക്കുന്നത്. 1884 ഈ പറയുന്ന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകൃതമായതിനു ശേഷം ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കുന്ന ഒരു വിദ്യാലയമാണ് എന്തെന്ന് പറയുന്നത് ഈ ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. ഇന്ന് പൂനെയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ ഒന്നാണ് ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. എന്താണ് ചരിത്രപരമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു കോളേജ് കൂടിയാണ് ഈ ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. പൂനെയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് എന്താണ് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഇതിന്റെ സ്ഥാപകർക്ക് എന്താണ് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. വലിയ എന്താണ് ചരിത്രമുറങ്ങുന്ന ഒരു വലിയ കോളേജാണ് ഈ ഫർഗൂസൺ കോളേജ് എന്ന് പറയുന്നത്. ആയിരത്തി 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് എന്താണ് സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് എന്താണ് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതിലൊരു പ്രധാനപ്പെട്ടതാണ് 1916 DK കർവ
മഹാരാഷ്ട്രയിലെ ഇന്ത്യയിലെ എന്താണ് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ഈ വനിതാ സർവകലാശാലയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? 1916 DK കർവെ സ്ഥാപിച്ച മഹാരാഷ്ട്രയിലെ എന്താണ് ആദ്യത്തെ വനിതാ സർവകലാശാല, അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. SNDT ഫുൾ ഫോം എന്ന് പറഞ്ഞേ. SNDT ശരിയായ ഉത്തരമാണ് ഷിജിനെ, അതറിയില്ല അല്ലെ? ഓക്കെ, ശ്രീമതി നദീബായ് ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. SNDTയുടെ ഫോം ശ്രീമതി നദീബായ് ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. ഈ DK കർവയുടെ വൈഫ് ആയിരുന്നു ഈ നദീബായ് എന്ന് പറയുന്നത്. അവരുടെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺസ് യൂണിവേഴ്സിറ്റിയാണ് ഈ SNDT എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ഉന്നമന വിദ്യാഭ്യാസം അനിവാര്യമാണെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിച്ചത്, ഇത് സ്ഥാപിച്ചത്. അപ്പോ ഡോക്ടർ BR അംബേദ്കർ എപ്പോഴും സ്ത്രീകളോട് പറയുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് ഉണ്ട് അദ്ദേഹത്തിന്റെ. വളരെ, അതായത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതിൽ ആദ്യത്തെ വാചകം ഇത്തിരി എന്താണ് അരോചകമായിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഇന്നും കൂടി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇന്നത്തെ സ്ത്രീകൾക്കും എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് അതിന്റെ ഫസ്റ്റ് ഭാഗം അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ എപ്പോഴും വൃത്തിയായി നടക്കണം എന്നാണ്. സ്ത്രീകൾ വൃത്തിയില്ലാത്തവരായതുകൊണ്ടല്ല, പണ്ടത്തെ സാമൂഹിക സാഹചര്യത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ആദ്യത്തെ പോയിന്റ് അങ്ങനെ പറയുന്നത്. എന്താണ്, നിങ്ങൾ അണിഞ്ഞൊരുങ്ങി വൃത്തിയായിട്ട് നടക്കണം എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. കീറിയ, അതായത് വസ്ത്രം കീറിയതാണെങ്കിലും അത് തയ്ച്ച് വളരെ പ്രൗഢിയോടെ നടക്കണം. ആദ്യത്തെ സെന്റൻസ് അതാണ്. അത് ആ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്താണ്, പഴയ പോലത്തെ എന്താണ് അവസ്ഥകൾ പല സ്ത്രീകൾക്കും ഇല്ല. അടുത്ത രണ്ടാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അംബേദ്കർ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അത് ഇന്നും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ജോലി വേണം, നിങ്ങൾക്ക് സ്വന്തം വരുമാനത്തിൽ ജീവിക്കാനായിട്ടുള്ള ശേഷി വേണം എന്നുള്ളത് എന്താണ് അംബേദ്കറിന്റെ രണ്ടാമത്തെ ഉപദേശമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് ആ രണ്ടാമത് പറയുന്നത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. അതിന് ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കർ പറഞ്ഞു വെച്ചതാണ്. ഇന്നും എന്താണ് വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയും. അപ്പോ സ്വാഭാവികമായിട്ടും 1916 DK കർവെ എന്ത് തുടങ്ങി, വുമൻസ് യൂണിവേഴ്സിറ്റി തുടങ്ങി. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനമാണ് ലക്ഷ്യം വെച്ചത്. ഇതിനെ തുടർന്നുകൊണ്ട് എന്താണ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹിക അനാചാരങ്ങളോടുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല എന്താണ് രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് എന്നാണ് ഈ പറയുന്ന വിശ്വഭാരതി സർവകലാശാല രൂപം കൊണ്ട വർഷം ഏതാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? വിശ്വഭാരതി സർവകലാശാല രൂപം കൊണ്ട വർഷം അറിയാമെങ്കിൽ അറിയാമെന്ന് പറയുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയുക. സമയം സൈലന്റ് ആയിട്ടിരുന്ന് കഴിയരുത്. 1815 വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ ഇല്ല, 1921 ഡിസംബർ 23 ഈ വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ഈ രവീന്ദ്രനാഥ ടാഗോർ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വിഭിന്നനാകുന്നത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അതായിട്ട് വിഷയം നമ്മൾ പഠിക്കുന്നത് എന്താണ്, ദേശീയത അഥവാ നാഷണലിസം എന്നുള്ളതാണ്.
രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട് നാഷണലിസം അഥവാ ദേശീയ സത്യതയെ കുറിച്ചുകൊണ്ട്. അതിങ്ങനെയാണ്, അതായത് എന്റെ ദേശീയത എന്ന് പറയുന്നത് എന്റെ മാനവികതയ്ക്ക് കീഴിലാണ് എന്റെ ദേശീയത എന്നുള്ളത്. അതായത് എനിക്ക് എന്റെ രാജ്യമൊക്കെ വലുതാണ്, എല്ലാം ശരിയാണ്, എനിക്ക് രാജ്യസ്നേഹമാണ്, രാജ്യം വലുതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്റെ മാനവികത അല്ലെങ്കിൽ എന്റെ മാനുഷിക മൂല്യങ്ങൾക്ക് താഴെ മാത്രമാണ് എന്റെ ദേശീയതയുടെ സ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ടാഗോർ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ എന്താണ് അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. 1920കളിലാണ് ഈ പറയുന്ന ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. നേതൃത്വം കൊടുത്ത ആളുകളാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം അൻസാരി എന്നിവർ. മതേതര വിദ്യാഭ്യാസം എന്താണ് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചക്ക് കാരണമായി. തുടർന്ന് എന്താണ് ഇതിനെ പ്രതിരോധിക്കുവാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കുവാനുമായിട്ട് എന്താണ് ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ എന്ത് ചെയ്യുന്നത്, തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. നോക്കുക, 1937ൽ മഹാത്മാഗാന്ധി സവിശേഷമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാണെന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഇത് വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്താണ് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പേര് നയീം താലിം എന്നാണ്. നയീം താലിം എന്നാണ് ഗാന്ധിജി എന്താണ് പറയുന്നത്, അതിന് പേര് നൽകുന്നത്. ഇതെന്താണ് വാർധ, കോൺഗ്രസിന്റെ വാർധ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പദ്ധതി അംഗീകരിക്കുന്നതുമൊക്കെ, അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെയൊക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി എന്താണ് വാർധ പദ്ധതി എന്ന് കൂടി അറിയപ്പെടുന്നു. നോക്കുക, ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം അഥവാ നൂതന വിദ്യാഭ്യാസം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937ലെ വാർധാ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നുകൂടി ഈ നയീം താലിം പദ്ധതി അറിയപ്പെടുന്നത്. അപ്പോ ഈ പദ്ധതി മറ്റൊരു രീതിയിൽ എന്താണ് ഇന്ത്യയിൽ പരീക്ഷിച്ച് പരാജയമടഞ്ഞു പോയ ഒരാളാണ് ആരെന്ന് പറയുന്നത് രാജഗോപാലാചാരി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ എന്താണ് മുഖ്യമന്ത്രി ആയിരിക്കും അദ്ദേഹം ഇതേ പദ്ധതി എന്ത് ചെയ്തു അവതരിപ്പിച്ചു. പക്ഷെ അത് തമിഴ്നാട്ടിൽ വിജയകരമായില്ല. കാരണം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. അദ്ദേഹം ചെയ്തത് എല്ലാ കുട്ടികളും തങ്ങളുടെ കുലത്തൊഴിലുകൾ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു ശരിയായിട്ടുള്ള സിസ്റ്റം അല്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അഭിരുചിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ അച്ഛനമ്മക്ക് ഒരു തൊഴിലുണ്ടാകുമല്ലോ, വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അതിലെന്ത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക. അച്ഛൻ എന്താണ് ബാർബർ ആണെങ്കിൽ അതിൽ സഹായിക്കുക. അമ്മയെ പെൺകുട്ടികൾ ചെന്നിട്ട് അമ്മയെ എന്താണ് അടുക്കള പണിക്ക് സഹായിക്കുക. ഇതൊക്കെയാണെന്ന് രാജഗോപാലാചാരി മുന്നോട്ട് വെക്കുന്നത്. അന്ന് കാമരാജൊക്കെ അതിന് ശക്തമായിട്ട് എതിർത്ത് മുന്നോട്ട് വരികയും പിന്നീട് കാമരാജ് തമിഴ്നാട് പൊളിറ്റിക്സിൽ CM ഒക്കെ ആയി മാറുന്നത് അതിന് ശേഷമാണ്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് കുലത്തൊഴിൽ ഫോളോയിങ് ആണ്. അതെന്താണ് അത് ജനാധിപത്യ രീതിയല്ല. അതും എന്താണ് ആ ഒരു ഏറ്റക്കുറച്ചിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. അതായത് തൊഴിൽ എന്താണ് മക്കൾക്ക് കൈമാറ്റം ചെയ്യുക. അപ്പൊ ഇന്ന പണി ചെയ്യുന്നവന്റെ മകൻ ഈ പണി തന്നെ ചെയ്യുക എന്നുള്ള സിസ്റ്റം അത് ഇന്ത്യയിലുള്ളതല്ല. കാരണം എന്താണ് അത് ഇന്ത്യയിൽ എന്താണ് അതൊരു ശരിയായ സിസ്റ്റവുമല്ല. ആർക്കാണോ എന്ത് അഭിരുചിയാണോ ഉള്ളത് ആ പണി ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്
ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അല്ലാതെ അച്ഛന്റെ തൊഴിൽ മകൻ എടുക്കുക എന്നുള്ളത് എന്താണ് ഒരു ശരിയായിട്ടുള്ള രീതി അല്ല. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മതേതരത്വം, ദേശീയത, സ്ത്രീകളുടെ ഉന്നമനം, അന്തർദേശീയത, പാരമ്പര്യ കലകളുടെ പുനരുദ്ധാരണം, വൈദേശിക മേധാവിത്വം, ജാതി വ്യവസ്ഥ എന്നിവയോടുള്ള എതിർപ്പ്. ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ്. ഇനി സാഹിത്യവും ദേശീയതയും. സാഹിത്യവും ദേശീയതയും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായ പ്രതിഷേധം എന്താണ്? സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും എന്താണ്? സാഹിത്യകാരന്മാർ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ചെന്താണ്? മറ്റു പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് എന്താണ്? ഈ ദുരിതങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥകൾക്കെതിരായി പ്രതിഷേധിക്കുവാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എന്താണ്? എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായിട്ട് പങ്കുവച്ചു. കലാരൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വെറും കലാരൂപങ്ങൾ മാത്രമല്ല, അതായത് എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള വസ്തുതകൾ മാത്രമല്ല കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. കലാരൂപങ്ങൾ കൊണ്ട് എന്താണ്? ഇങ്ങനെയും ചില കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്കറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്, ജനങ്ങൾക്കിടയിൽ വളർന്ന് പന്തലിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന KPSCയുടെ നാടകത്തിലൂടെയാണ്. കാരണം ഇതെല്ലാം എന്താണ്? ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, ഇപ്പോ എബ്രഹാം ലിങ്കൺ ആണ് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത്. എബ്രഹാം ലിങ്കൺ ഇത് നിർത്തലാക്കി. പക്ഷെ ഇതിൽ ജനങ്ങൾക്കിടയിൽ ഇതിൽ പിന്തുണയുണ്ടാക്കി നൽകിയ ഒരു കൃതി ആ കാലഘട്ടത്ത് അമേരിക്കയിൽ പുറത്തിറങ്ങിയിരുന്നു. ആർക്കെങ്കിലും ആ കൃതി ഏതാണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ട് വരണം കേട്ടോ. അറിയാമെങ്കിൽ ഇപ്പൊ പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഒരു വനിതയാണ് അത് എഴുതിയത്. അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യുക, ഇല്ലാത്ത ആളുകൾ നോക്കിയിട്ട് വരാം. ഇനി നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം എന്താണ്? ഞാൻ അതിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എന്താണ് അത്? അതിന്റെ കഥ ഒരു അടിമയും എന്താണ് അതിന്റെ ഉടമസ്ഥനായ കുട്ടി, ഈ അടിമയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ എന്താണ്? ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ഈ അടിമയെ എന്ത് ചെയ്യും? മറ്റൊരാൾക്ക് വിൽക്കും. കുട്ടി ലാസ്റ്റ് അയാളെ ദേഷ്യം പിടിക്കുന്നൊക്കെയാണ് അതിന്റെ ഇതിവൃത്തം നോവലിന്റെ. അതിന്റെ പേര് നിങ്ങൾക്ക് മിക്കവർക്കും പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടാ. കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ അതിനെ പറഞ്ഞുതരാം. ഞാൻ അത് ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ നാടകങ്ങളും നോവലുകളും ഒക്കെ എന്താണ്? ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും ഇന്ത്യയിൽ നിലനിൽക്കുന്ന എന്താണ് സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള വികാരവും ഒക്കെ എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയിലുടനീളം എന്താണ് പരമ്പരാഗത കാലം തൊട്ടുണ്ടായിരുന്ന, അതായത് ഭൂമിയെ അമ്മയായി കാണുന്ന ഒരു രീതി പണ്ട് മുതലേ എന്താണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഭൂമിയെ ദൈവമായിട്ട്, രാജ്യത്തെ ദൈവമായിട്ട് കാണുന്ന ഒരു രീതി എന്താണ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അത്. പക്ഷെ ഒരു പൊതു മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരായിരുന്നു. അവരവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചാൽ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു കേട്ടോ. ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം എന്താണ് ആവശ്യകതയുള്ള ഒരു സങ്കല്പമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യൻ ജനങ്ങളെ ജനതയെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത്തരം ഒരു സാഹചര്യം എനിക്ക് നിലവിലില്ലാത്തത് കൊണ്ട് രാജ്യത്തെ അമ്മയോ അച്ഛനോ എന്നുമായി കാണുന്ന നിലപാടുകളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്. അല്ലാതെ ഈ 4 ബൗണ്ടറി വരച്ച ഭൂപ്രദേശമല്ല ഒരു രാജ്യം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിൽ വസിക്കുന്ന ജനങ്ങളാണ് എന്നാണ് ഞാൻ
വിചാരിക്കുന്നത്, കരുതുന്നത്. എന്നെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ലാൻഡ് മാത്രമാണ്. അങ്ങനെ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ എന്താണ് ദൈവമായിട്ടോ ഒന്നും ഞാൻ ഈ ഭൂമിയെ കണക്കാക്കാറില്ല. രാജ്യമായിട്ട് ഞാൻ ഒരു കൺട്രി, എന്റെ രാജ്യമാണ്, അതിൽ ഞാൻ അഭിമാനമുള്ള ആളാണ്. പക്ഷെ എന്താണ്, ദൈവമായിട്ടോ അമ്മയായിട്ടോ ഒന്നും കാണുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോ തുടർന്ന് എന്താണ്, അപ്പൊ ആദ്യമായിട്ട് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും എന്ത് ചെയ്യുന്നു, ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പൊതുവേദിയിൽ കൊണ്ടുവരുന്നു. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് ഏതെന്ന് പറയുന്നത്, ആനന്ദമഠം എന്ന് പറയുന്നത്. ആനന്ദമഠം, ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ളത് ഈ ആനന്ദമഠമാണ്. ഇതിലെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിട്ടുള്ളത്. നമ്മളുടെ നാഷണൽ സോങ് ആണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഇവിടെ ഈ പറയുന്ന ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അത് എഴുതിയത്. ഇനി ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ, ബംഗാളിലെ നിലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ എന്താണ് ഹൃദയകാരിയായി ചിത്രീകരിച്ച നോവലാണ്, നാടകമാണ്. അപ്പോ നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലും എമ്പാടും എന്താണ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. അപ്പോ ബംഗാളി നാടകൃത്തായിട്ടുള്ള ദീനബന്ധു ഈ പറയുന്ന നിലം കർഷകരുടെ ദുരവസ്ഥയെ എന്താണ് പ്രതിപാദിച്ചുകൊണ്ട് രചിച്ച നാടകമാണ് എന്തെന്ന് പറയുന്നത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഇതെന്താണ് പിന്നീട് സുരേന്ദ്രനാഥ് ബാനർജിയുടെ എന്താണ് ഇന്ത്യൻ അസോസിയേഷൻ അത് ഏറ്റെടുക്കുകയും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ഇതെന്താണ് മറ്റു പല സ്ഥലങ്ങളിലും കർഷക കലാപങ്ങളൊക്കെ നടക്കുന്നതിന് എന്താണ് ജനങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം എന്താണ് രചിച്ചത് ഉറുദു കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെ കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുവാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഇനി ഏതൊക്കെയാണ് ആ കൃതികൾ എന്നുള്ളത് കൂടി എന്താണ് നമുക്ക് നോക്കാം. കൃതികൾ: ഗോര, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ. ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചതാരാണ്? പ്രേംചന്ദ്. ഹിന്ദിയിലാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി. തമിഴാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ അൽതാഫ് ഹുസൈൻ ഹാലി. ഉറുദുവിലാണ്. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കാർ. മറാത്തി ഭാഷയിൽ എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിൽ നോക്കുക. ഇവിടെ വരിക സാഹചര്യം എന്ന് പറയുന്ന ഒരു ഗാനത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഈ ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ളയാണ്. നമുക്കിവിടെ ആവശ്യമുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്നും വീണ്ടും പറയുന്നില്ല, ഇതൊക്കെ ഈ കൃതികൾ രചിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ദേശീയത എന്ന് പറയുന്നത് കലയിൽ. ഇതുകൂടി പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. ബംഗാളി ചലച്ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ഭാരത് മാത എന്ന് പറയുന്നത്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് ഇത് പഠിച്ചത്? സ്വദേശി സമരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭാരത് മാത എന്ന് പറയുന്ന
ചിത്രം വരച്ച ഇന്ത്യക്കാരൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം എന്താണ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതയുടെ ചിത്രം ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകല പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായിട്ട് അദ്ദേഹം കൊൽക്കത്തയിൽ എന്ത് സ്ഥാപിച്ചു? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയല്ല, ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ഭാരത് മാത എന്ന് പറയുന്നത്. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായിട്ടുള്ള രാജ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യ കൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ എന്ത് ചെയ്തു? ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായിട്ടുള്ള സാഹിത്യ കൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നും സന്ദർഭങ്ങളാൽ നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കി. സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചിത്രം. അപ്പോ സതി എന്ന് പറയുന്ന ചിത്രം ആരാണ് വരച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? നന്ദലാൽ ബോസ്. ഈ നന്ദലാൽ ബോസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് പഠിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അറിയില്ലെങ്കിൽ കണ്ടെത്തി വരിക. അതുപോലെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ് എന്നുള്ളത് കണ്ടെത്തി വരിക. നന്ദലാൽ ബോസ് നോക്കുക, നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിൽ ഒന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണിത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം എന്ത് ചെയ്തു? ഇന്ത്യക്കാരിൽ വളർത്തുവാനായിട്ട് കാരണമായി. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്നത്. അപ്പോ നന്ദലാൽ ബോസിന്റെ പ്രധാനമായിട്ടുള്ള 2 ചിത്രങ്ങളാണ്. ഒന്ന് സതി എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്നത്. അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് ഭാരത് മാത എന്ന് പറയുന്നത്. പൊട്ടറ്റോ ഈറ്റേഴ്സ് ആരെന്ന് ആർക്കെങ്കിലും അറിയാമോ? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം PSC പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് ആരുടെയാണ്? തോമസ് പെയിൻ ആണോ? അറിയില്ലെങ്കിൽ കണ്ടെത്തി വരിക കേട്ടോ. 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു സാധനം കണ്ടെത്തി വരാൻ പറഞ്ഞില്ലേ? അമേരിക്കയിൽ അടിമത്തത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സ്വാധീനിച്ച പുസ്തകം. ഒന്ന്, നന്ദലാൽ ബോസിന് ഇപ്പൊ കുറച്ച് ആളുകൾ ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധം അറിയാത്ത ആളുകൾ അത് നോക്കുക. വിൻസെന്റ് വാൻ ഗോഗ്, വെരി ഗുഡ്. പൊട്ടറ്റോസ് വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രമാണ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അത് രണ്ടും നമുക്കായി. ഇനി ആ കൃതി കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടെത്തി വരിക. അപ്പൊ 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഏതിനെയാണ്? ചെണ്ടക്കാരൻ എന്ന് പറയുന്ന, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം 1938 ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ, യെസ്, അതാണ് ബുക്ക്. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്ന പുസ്തകം. അങ്കിൾ ടോംസ് ക്യാബിൻ, അങ്കിൾ ടോംസ് ക്യാബിൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇപ്പൊ തന്നെ പോയിട്ട് ഗൂഗിളിൽ നോക്കിയല്ലേ? അപ്പോ ഈ പറയുന്ന ചെണ്ടക്കാരൻ എന്ന് പറയുന്ന, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ആ ചിത്രത്തെ 38 ഹരിപുര സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ആയിട്ട് എടുത്തു. ആ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾക്ക് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷോർഗിൽ ചിത്രീകരിച്ചത്, ഇന്ത്യയിൽ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം എന്ത് ചെയ്തു? വരച്ചു.
ഇന്ത്യൻ ജനതയിൽ എന്താണ് ദേശീയ ഐക്യം വളർത്തുവാൻ സഹായിച്ച ദേശീയ ചിഹ്നങ്ങളാണ് ഇവ. ഇതോടൊപ്പം എന്താണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കുവാൻ സഹായകമായി. സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 8 പ്രവിശ്യകളെ എന്താണ് പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു അർദ്ധ ചന്ദ്രക്കലയും അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ പതാക എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ് ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ എന്താണ് സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും എന്താണ് പ്രതീകമായിരുന്നു ചർക്ക എന്ന് പറയുന്നത്. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. സാരാനാഥിൽ അശോക സമ്പത്തിൽ നിന്ന് എടുത്ത ദേശീയ മുദ്രയെ കുറിച്ച് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കിവിടെ ആവശ്യമില്ല. ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ എന്താണ് ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്ത് ചെയ്തിരുന്നു രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള ആ രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കുവാൻ അവർ ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടുവാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്താണ് സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ എന്ത് ചെയ്തു പ്രതിഫലിച്ചിരുന്നു. ഇവിടെ അവസാനമായിട്ടൊരു പോയിന്റ് കൂടിയുണ്ട്. ഇന്ത്യൻ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ആ ത്രിവർണ പതാക ഉയർത്തിയത്. ഉയർത്തിയ വനിതയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് മാഡം ഭിക്കാജി ഗാമ എന്നുള്ളത്. നമ്മൾ പഠിച്ചത് എന്താണ് ദേശീയതയെ കുറിച്ചാണ്, സംസ്കാരത്തെ കുറിച്ചാണ്, കലാ മേഖലകളിൽ എങ്ങനെയാണ് ദേശീയത ഇടപെട്ടത്, അതെങ്ങനെയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായി മാറിയത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നിവിടെ പഠിച്ചത്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.